PSC പരീക്ഷകൾക്ക് ഇറങ്ങി തിരിച്ച ഓരോ ഉദ്യോഗാർത്ഥികളുടെയും പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് നെഗറ്റീവ് മാർക്ക്. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം തെറ്റിച്ച് കിട്ടിയ മാർക്ക് കുറഞ്ഞു പോകുന്നത് പലരുടെയും റാങ്കിനെ ബാധിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ നെഗറ്റീവ് മാർക്കിനെ ഇല്ലാതാക്കി നമുക്ക് കിട്ടാവുന്ന പരമാവധി മാർക്ക് നേടാൻ കഴിയുക? PSC പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാതാക്കാനും ഉയർന്ന മാർക്ക് നേടാനും നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോ. ആ 5 ടിപ്സുകളിലേക്ക് പോകും മുൻപ് ഒരു ചെറിയ കാര്യം പറയാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SE തുടങ്ങിയ PSCയുടെ ഡിഗ്രി ലെവൽ അപ്കമിംഗ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി എൻട്രിയുടെ ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ ഫൗണ്ടേഷൻ ബാച്ചിലൂടെ പഠിക്കാൻ ഒരു അവസരം ഒരുക്കുകയാണ് എൻട്രി. അതിനായി ഈ വരുന്ന ജൂലൈ 16 ഒരു ഓൺലൈൻ സ്കോളർഷിപ്പ് പരീക്ഷയാണ് ഞങ്ങൾ നടത്തുന്നത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11:59 വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടാകും. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് പരീക്ഷയിൽ പങ്കെടുക്കാം. ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ടാക്സേഷൻ, സെൻസ് ഓർഗൻസ്, റൗലറ്റ് ആക്ട് ആൻഡ് ജാലിയൻ വാലാബാഗ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, കോണ്ടിനൻസ്, ഇ ഗവേണൻസ്, DRDO, ഒറ്റപ്പദം, ആവറേജ് എന്നീ ടോപ്പിക്കിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഈ ടോപ്പിക്കുകളുടെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ലഭിക്കാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ടിപ്പ് നമ്പർ 1, ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക, ഓപ്ഷനുകൾ മനസ്സിലാക്കുക. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ തെറ്റാണിത്. ചോദ്യം മുഴുവനായി വായിക്കാതെ അല്ലെങ്കിൽ ചോദ്യം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഉത്തരത്തിലേക്ക് ചാടും. ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. ചോദ്യത്തിൽ അല്ലാത്തത് ഏത്, തെറ്റായ പ്രസ്താവന ഏത്, ശരിയല്ലാത്തത് ഏത് എന്നൊക്കെ ഉണ്ടാകും. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ഉത്തരം തെറ്റും. ഓപ്ഷനുകളിൽ വളരെ അടുത്ത ഉത്തരങ്ങൾ ഉണ്ടാകും. സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ചോദ്യവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും നന്നായി വായിക്കുക. സംശയമുണ്ടെങ്കിൽ രണ്ടാമതും വായിക്കുക. ചോദ്യത്തിലെ ഏത്, അല്ലാത്തത്, തെറ്റ്, ശരി തുടങ്ങിയ പ്രധാനപ്പെട്ട വാക്കുകൾ അടിവരയിടുക. എല്ലാ ഓപ്ഷനുകളും വായിക്കുക. ചിലപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണെന്ന് തോന്നിയാലും അടുത്ത ഓപ്ഷൻ അതിലും ശരിയായിരിക്കാം. അതിനാൽ എല്ലാ ഓപ്ഷനുകളും വായിച്ച് ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. തിടുക്കം കാണിക്കാതെ ചോദ്യത്തെയും ഉത്തരങ്ങളെയും നന്നായി മനസ്സിലാക്കുക എന്നതാണ് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനുള്ള ആദ്യത്തെ ചുവട്. ടിപ്പ് നമ്പർ 2, ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക. നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക. എന്തുകൊണ്ടെന്നാൽ ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്കാണ് കുറയുന്നത്. ഇത് നിങ്ങളുടെ ആകെ മാർക്കിനെ വലിയ രീതിയിൽ ബാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 60 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകാനും 30 ചോദ്യങ്ങൾക്ക് തെറ്റുത്തരം നൽകാനും സാധിച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ സ്കോർ 60-ൽ നിന്നും 50 കുറയും. അതായത് 10 മാർക്ക് നഷ്ടം. അതുകൊണ്ട് 1ാം റൗണ്ട് വായനയിൽ ആദ്യം നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം രേഖപ്പെടുത്തുക. അതിനുശേഷം 2ാം റൗണ്ടിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞ, അതായത് 50-50 സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരം നൽകുന്നത് പരിഗണിക്കാം. ഇത് എഡ്യൂക്കേറ്റഡ് ഗസ്സിംഗ് എന്ന് പറയും. പക്ഷെ ഇത് അവസാനമേ ചെയ്യാവൂ. ഒരു സൂചനയും ഇല്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരുത്. ഇത് നെഗറ്റീവ് മാർക്കിലേക്ക് മാത്രമേ നയിക്കൂ. അറിയാത്ത ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കുന്നത് ഒരു കഴിവാണ് എന്ന് ഓർക്കുക. ടിപ്പ് നമ്പർ 3, എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി അറിയില്ലെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് തെറ്റായവയെ ഒഴിവാക്കി ശരിയുത്തരത്തിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട്. അതാണ് എലിമിനേഷൻ ടെക്നിക്സ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കിയാൽ പോലും നിങ്ങളുടെ ശരിയുത്തരം കിട്ടാനുള്ള സാധ്യത 25%-ൽ നിന്നും 33%-ആയി ഉയരും. 2 ഓപ്ഷനുകൾ ഒഴിവാക്കാൻ പറ്റിയാൽ സാധ്യത 50%-ആയി വർദ്ധിക്കും. ഇത് വളരെ വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ചോദ്യം വായിച്ച ശേഷം 4 ഓപ്ഷനുകളിൽ നിന്നും തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഓപ്ഷൻ ഏതാണെന്ന് ആദ്യം കണ്ടെത്തുക. അതിനെ വെട്ടിക്കളയുക. പിന്നെയുള്ള ഓപ്ഷനിൽ നിന്ന് അടുത്ത തെറ്റായതിനെ കണ്ടെത്തുക. ഒടുവിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയാണെന്ന് തോന്നുന്ന ഉത്തരത്തിലെത്താൻ ഇത് സഹായിക്കും. ഈ ടെക്നിക്ക് നന്നായി ഉപയോഗിക്കാൻ മുൻവർഷ ചോദ്യപേപ്പറുകൾ കൂടുതൽ പരിശീലിക്കുന്നത് സഹായിക്കും. ഓർക്കുക, എല്ലാ ഉത്തരവും അറിയണമെന്നില്ല. തെറ്റായ ഉത്തരങ്ങൾ ഒഴിവാക്കിയും നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ടിപ്പ് നമ്പർ 4, സമയബന്ധിതമായി പരീക്ഷ എഴുതുക. പരിശീലനമില്ലാതെ പരീക്ഷാ ഹാളിൽ പോയി സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രശ്നമാണ്. കൃത്യമായ സമയനിർണ്ണയം ഇല്ലാത്തതുകൊണ്ട് അറിയാവുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാതെ പോകാം. ഇത് നിങ്ങളുടെ റാങ്കിനെ സാരമായി ബാധിക്കും. ഓരോ ചോദ്യത്തിനും ഒരു നിശ്ചിത സമയമുണ്ട്. ഉദാഹരണത്തിന് 100 ചോദ്യങ്ങൾക്ക് 75 മിനിറ്റ് ആണെങ്കിൽ ഒരു ചോദ്യത്തിന് ഏകദേശം 45 സെക്കൻഡ്. സമയത്തെക്കുറിച്ച് ധാരണ ഇല്ലാതെ പോയാൽ ചില ചോദ്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ച് മറ്റു ചോദ്യങ്ങൾ നഷ്ടപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ സമയബന്ധിതമായി ചെയ്ത് പരിശീലിക്കുക. ഇത് നിങ്ങളുടെ വേഗതയും കൃത്യതയും വർദ്ധിപ്പിക്കും. അതുപോലെ ചോദ്യങ്ങളെ തരംതിരിക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ, കുറച്ചുകൂടി ആലോചിച്ച് ഉത്തരം കിട്ടുന്നത്, ഒരു സൂചനയും ഇല്ലാത്തത്. ആദ്യം എളുപ്പമുള്ളതും അറിയാവുന്നതുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി മുന്നോട്ട് പോവുക. ഇത് ആത്മവിശ്വാസം നൽകും. കണക്ക്, ഇംഗ്ലീഷ് പോലുള്ളവയ്ക്ക് ഒരു നിശ്ചിത സമയം നീക്കിവെക്കുക. ഒരു ചോദ്യത്തിൽ കൂടുതൽ സമയം കുടുങ്ങിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം ഒരു വിലയേറിയ ഘടകമാണ്.
അത് കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കും. ടിപ്പ് നമ്പർ 5, റിവിഷനും മോക്ക് ടെസ്റ്റുകളും തുടരുക. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും ഉയർന്ന മാർക്ക് നേടാനും റിവിഷനും മോക്ക് ടെസ്റ്റുകളും നിർബന്ധമാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നിരന്തരമായ റിവിഷൻ അത്യാവശ്യമാണ്. മോക്ക് ടെസ്റ്റുകൾ പരീക്ഷാ ഭയം കുറയ്ക്കാനും സമയം കൈകാര്യം ചെയ്യാനും നെഗറ്റീവ് മാർക്കുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് പഠിക്കാനും സഹായിക്കും. ദിവസവും ആഴ്ചയിലും മാസത്തിലും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇതിനായി ഷോർട്ട് നോട്ടുകൾ ഉപയോഗിക്കാം. മുൻവർഷ ചോദ്യപേപ്പറുകൾ മോക്ക് ടെസ്റ്റായി ചെയ്യുക. പഴയ ചോദ്യപേപ്പറുകൾ സമയബന്ധിതമായി മോക്ക് ടെസ്റ്റുകളായി ചെയ്യുക. ഇത് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷയ്ക്ക് ഒരു പരിശീലനമാകും. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ വെറുതെ മാർക്ക് മാത്രം നോക്കി പോകരുത്. തെറ്റിയ ചോദ്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ്, എന്തുകൊണ്ടാണ് തെറ്റിയത്, അറിയാമായിരുന്നിട്ടും തെറ്റിയത് ഏതാണ് എന്നൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുക. ഈ വിശകലനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. മോക്ക് ടെസ്റ്റുകളിൽ വന്ന തെറ്റുകൾ അടുത്ത തവണ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കൂട്ടുകാരെ, ഈ 5 ടിപ്സുകൾ നിങ്ങളുടെ PSC പഠനയാത്രയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കി നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി മാർക്ക് നേടാൻ ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങളുടെ പഠനത്തിൽ ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.